ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JMJ കളക്ഷൻസ്. ഞാൻ പറഞ്ഞതുപോലെ കൊച്ചിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് വീഡിയോസ് ഡിലേ വരുന്നത്. കഴിഞ്ഞ ആഴ്ചത്തും ഈ ആഴ്ചത്തും കൂടി നമ്മൾ ഗിവ് അവേയുടെ റിസൾട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും ഇതാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മളൊരു 5 ആളെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലിനും കൂടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയും കുഴപ്പമില്ല, ഇത്തവണ കുറച്ചധികം പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂട്യൂബ് ചാനലിന് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് നമ്മൾ എടുക്കാം വെച്ചാൽ ഇനിയും നമുക്ക് ഡിലേ ചെയ്യാനില്ല. പാക്കിങ് ഇച്ചിരി കൂടുതൽ വരുമ്പോൾ സീസൺ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളതിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഗോഡൗണിൽ നമുക്ക് അങ്ങനത്തെ സൗകര്യങ്ങൾ കുറവാണ്. സ്റ്റാൻഡ് നമ്മൾ വീട്ടിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗോഡൗണിൽ നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്. പിന്നെ മഴയും ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് ആദ്യത്തെ വിന്നർ വരുന്നത് പുഷ്പലതയാണ്. ഇൻസ്റ്റാഗ്രാമാണ് കേട്ടോ. പുഷ്പലത എനിക്ക് തോന്നുന്നു വീട്ടിലത്തേക്കാളും കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് തോന്നുന്നു. പുഷ്പലത ഇൻസ്റ്റാഗ്രാമിലത്തെയാണ് ആദ്യത്തെ വരുന്നത്. നമുക്ക് ആദ്യത്തെ വിന്നറിന് 1000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന ടീമാണെങ്കിൽ നമുക്കത് ലെസ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ. പക്ഷേ യൂട്യൂബ് ചാനലിൽ എനിക്ക് കാര്യമായിട്ടുള്ള റെസ്പോൺസ് ഇത്തവണ കിട്ടിയില്ല. ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 3-4 പേര് ഷെയർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ നമുക്ക് ഇത് ഗിവ് അവേ നമ്മൾ പറയുന്നത് കുറേ ആൾക്കാർക്ക് എത്താനും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ കൂടി വരും. അപ്പോൾ കളക്ഷൻസ് കുറച്ചധികം പേർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം. അടുത്തത് വരുന്നത് രാധിക, അതും ഇൻസ്റ്റാഗ്രാമാണ് കേട്ടോ. രാധിക, ഐ തിങ്ക് രാധിക പിള്ളയാണ്. ഞാൻ പിള്ളയും എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ആരാന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. എനിക്ക് ഇട്ടേക്കുന്ന മെസ്സേജിനനുസരിച്ച് ഞാൻ അവർക്ക് ഇട്ടേക്കാം. അടുത്തത് വരുന്നത് സെക്കൻഡ് പ്രൈസ് വരുന്നത് 800 റുപ്പീസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് എവിടെയാണോ അതിനനുസരിച്ചായിരിക്കും ഞാൻ ഗിവ് അവേയുടെ ഇത് എടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ തവണ 2 ഇൻസ്റ്റാഗ്രാമും ഒരു യൂട്യൂബ് ചാനലായിരുന്നു, യൂട്യൂബ് നമ്പറായിരുന്നു. അടുത്തത് വരുന്നത് ജനനി ചെന്നൈയാണ്. ആള് ഇൻസ്റ്റാഗ്രാമാണ് കേട്ടോ. 3 പേരും ഇൻസ്റ്റാഗ്രാമാണ്. 5 ആളെ നമുക്ക് എടുക്കാം. ഇൻസ്റ്റാഗ്രാം ജനനി. ഓക്കെ, പറഞ്ഞതുപോലെ ഗിവ് അവേയിൽ എല്ലാവരും മിക്ക ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ലളിത രാജേന്ദ്രൻ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണ് കുറച്ചും കൂടി എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. യൂട്യൂബ് ചാനൽ കുറവാണ്. ഓഫേഴ്സ് ഇനി നമ്മൾ റേറ്റ്സ് മെൻഷൻ ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ നമ്മൾ റേറ്റ്സ് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, എല്ലാവരും എൻ്റെ അടുത്ത് റേറ്റ് ചോദിച്ച് ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് ചാനലിൽ നമുക്ക് അങ്ങനെ ആരും കമൻറ്റ് സെക്ഷനിലും കമൻസും കാണാറില്ല. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അപ്പോൾ എടുത്തേക്കുന്നവർ എനിക്ക് തോന്നുന്നു റെക്കമെൻഡ് ചെയ്താൽ മതിയാവും. ഗിവ് അവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പർച്ചേസിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ റേറ്റ് കുറയ്ക്കാവുന്നതാണ്. 5ാമത്തെ നമ്പർ വരുന്നത് ജുവൽ മരിയ ഇൻസ്റ്റാഗ്രാമാണ് ആള്. 5 പേര് ഇൻസ്റ്റാഗ്രാമാണ്. യൂട്യൂബ് മെമ്പേഴ്സ് ആരും എന്താ പറയുക പിന്നോട്ടാവരുത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് കൂടുതൽ ഗിവ് അവേ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. പാർട്ടിസിപ്പേഷനിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് അറിയുന്നത് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും സെയിൽ വരുന്നതും വെച്ചിട്ടാണ് നമുക്കത് ഫോളോവേഴ്സ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബോക്സിൽ ഒരു 3 മെമ്പേഴ്സ് ഓൺലി ഫ്രം യൂട്യൂബ്, ബാക്കി എല്ലാവരും ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ മെമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അത് കൂടാതെ മീൻസ് അവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പിക്സ് വീഡിയോസ് എത്തുന്നുണ്ടെന്നാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ സീസൺ ടൈമിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയാമല്ലോ, നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കാണിച്ചിട്ടുള്ള വീഡിയോസ് ആകുമ്പോൾ വേറെ ആരും നമുക്ക് സപ്പോർട്ടിങ്ങില്ല. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ചാനലിൽ കാണിക്കുന്നത് കൂടാതെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇനി റെഗുലറായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഗോഡൗണിൽ ഇത്ര ലൈറ്റിംഗ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി നമുക്ക് ഓക്കെയാണ്. ഞാനിപ്പോൾ മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വോയിസ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് എടുത്തത് മാത്രം. ഇത് ഓക്കെ ആയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടി എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ. ഇതല്ല, നമ്മൾ ഇനി അടിക്കുന്ന പ്രോഡക്ട്സ് നല്ല കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും. പ്രൈസസ് ഞാൻ പരമാവധി മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൂടുതലും കോട്ടൺ കളക്ഷൻസ് ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രീമിയം വരുന്നത്. ഇതേപോലെ ബാക്കിൽ കാണാൻ നിങ്ങൾക്ക് അജ്രക്ക്, കലംകാരി,
അങ്ങനത്തെയാണ് കൂടുതൽ നമുക്ക് പ്രൊഡക്ട്സ് വരുന്നത്. ഏകദേശം അങ്ങനത്തെയൊക്കെയാണ്. ജോർജറ്റിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജ്വൽ നെക്ക് അങ്ങനത്തെ കളക്ഷൻസാണ്. ബാക്കിലും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ സ്റ്റോറിൽ നിന്നുള്ളത്. കിഡ്സ് വെയർ ഉണ്ട് നമുക്ക്. കിഡ്സ് വെയർ സാരീസ്, കിഡ്സ് വെയർ എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. കൊറിയറുകൾ പാക്കിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പുറത്ത് ഇതേപോലെ ഫുൾ സ്റ്റോക്സാണ് നമുക്ക്. ആരും സ്ക്രീൻഷോട്ട്സ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയധികം കളക്ഷൻസ് ഈ ഒരു റൂമിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തെ റൂമിൽ കാണാം. ഏകദേശം അത്രയും സ്റ്റോക്ക് അപ്പുറത്ത് എടുപ്പുണ്ട്. നമ്മൾ കാർപ്പറ്റ് വിരിച്ച് ഹോൾസെയിലും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ ആ ഒരു അറ്റത്ത് ആ സൈഡ് ഫുള്ള് മെറ്റീരിയൽ സെക്ഷനാണ്. അപ്പോൾ അത്രയധികം ഇപ്പുറത്തെ റൂമുകളിലും ഫുള്ളാട്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ക്രിസ്മസ് കളക്ഷൻസ് കൊണ്ട് നമ്മൾ നിറച്ചേക്കാണ്. ഇപ്പുറത്ത് നമുക്ക് സ്പേസ് ഇല്ല. അത്രയധികം കളക്ഷൻസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റേറ്റ് റീസണബിൾ ആയതുകൊണ്ട് നമുക്ക് സെയിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പരമാവധി ഒരു 5 പേരെ വെച്ച് നിങ്ങൾ ചേർക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിലും നമുക്ക് ഓക്കെ ആയിരിക്കും. 5 പേരെ ചേർക്കാൻ മീൻസ് അത് നമുക്ക് പ്രോഡക്റ്റ് കുർത്തീസിനോട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾ 5 പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ 5 പേർക്ക് ആ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് അവർ സബ്സ്ക്രൈബ് ചെയ്ത് അവർ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഓക്കെ. താങ്ക് യു.